ഹലോ ഫ്രണ്ട്സ്, ടെല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് IMUCET എക്സാമിന് 2025 വരാനിരിക്കുന്ന എക്സാമിന് വരാനിരിക്കുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ തൊട്ട് മുന്നത്തെ വർഷം 2027 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ്റെ ലെവലും ആ ഒരു എക്സാം എങ്ങനെ അപ്പിയർ ചെയ്യണം, ഈ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ അപ്പിയർ ചെയ്യണം, നിങ്ങൾക്ക് എവിടേക്കാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഓക്കെ, ഏത് പോർഷൻസ് ആണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഡിഫറൻസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് IMUCETക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും, അതൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അവരുടെ തന്നെ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ NCERT തറവായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, NCERT ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ തറവായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ, നമ്മളത് പറയാറുണ്ട് എപ്പോഴും. അപ്പം NCERT ആണ് മക്കളെ ഇതിൻ്റെ എല്ലാ ബേസിക്സ്. ഓക്കെ, എന്തായാലും എനിവേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ചാപ്റ്റർ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള മെത്തേഡ്സും ട്രിക്സും അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആവാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ തന്നെ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ചാപ്റ്റർ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ കോൺസെപ്റ്റാണ് അവർ കീ കോൺസെപ്റ്റ്സ് ആയിട്ട് ഈ എക്സാമിന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പരിചയപ്പെടാം.